ഇന്ത്യ ഇന്ന് മാനുഫാക്ചറിംഗ് പവർ ഹൗസ് ആകാനുള്ള ശ്രമത്തിലാണ്. ഒരു വശത്ത് ഹെൽത്ത് കെയർ മാനുഫാക്ചറിംഗിൽ വലിയ ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്നു. മറ്റൊരു വശത്ത് ടോയ് മാനുഫാക്ചറിനെ ഇന്ത്യയുടെ അടുത്ത എക്സ്പോർട്ട് ഗ്രോത്ത് എഞ്ചിനാക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാർ ശക്തമാക്കുകയാണ്. ഈ രണ്ട് വലിയ തീംസിന്റെ ബെനിഫിഷ്യറി ആകാൻ കഴിയുന്ന ഇന്ത്യൻ കമ്പനി ഏതാണ്? ആ കമ്പനിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്, ഷെയ്ലി എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക്സ് ലിമിറ്റഡ്. പലരും ഷെയ്ലിയെ ഒരു പ്ലാസ്റ്റിക് പ്രൊഡക്ട്സ് കമ്പനി എന്ന രീതിയിലാണ് കാണുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് അതിലും വലിയൊരു ബിസിനസ് ആണ്. സ്വന്തം ബ്രാൻഡിൽ പ്രൊഡക്ട്സ് വിൽക്കുന്ന കമ്പനി അല്ല ഇത്. പകരം ലോകത്തിലെ പ്രമുഖ OEM കമ്പനികൾക്കായി ഹെൽത്ത് കെയർ ഡിവൈസസ്, കൺസ്യൂമർ പ്രൊഡക്ട്സ്, ടോയ് കോമ്പോണന്റ്സ്, എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസ് എന്നിവയിൽ ഉപയോഗിക്കുന്ന ഹൈ പ്രിസിഷൻ പ്ലാസ്റ്റിക് കോമ്പോണന്റ്സ് നിർമ്മിക്കുന്ന ഒരു പ്രിസിഷൻ മാനുഫാക്ചറിംഗ് കമ്പനിയാണ് ഷെയ്ലി. വരും വർഷങ്ങളിൽ ഒരു ക്വാളിറ്റി കോമ്പൗണ്ടർ ആകുമോ ഈ കമ്പനി? വിശദമായി പരിശോധിക്കാം. വെൽക്കം ടു അനദർ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് സ്റ്റോക്ക് ഡിസ്കവറി. ആദ്യം ഷെയ്ലി എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക്സിന്റെ ബിസിനസ് മോഡൽ മനസ്സിലാക്കാം. കമ്പനിയുടെ ബിസിനസ് പ്രധാനമായും 3 സെഗ്മെന്റ്സിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഒന്നാമത്തേത് കൺസ്യൂമർ ബിസിനസ്. നിലവിൽ കമ്പനിയുടെ ഏറ്റവും വലിയ റവന്യൂ കോൺട്രിബ്യൂട്ടർ ഇതാണ്. മൊത്തം റവന്യൂവിന്റെ ഏകദേശം 74% ഈ സെഗ്മെന്റിൽ നിന്നാണ് വരുന്നത്. ഹോം ഫർണിഷിംഗ്, FMCG പാക്കേജിംഗ്, ലൈഫ് സ്റ്റൈൽ പ്രൊഡക്ട്സ്, ടോയ്സ് എന്നിവയാണ് ഈ സെഗ്മെന്റിലെ പ്രധാന പ്രൊഡക്റ്റ് കാറ്റഗറീസ്. ലോകത്തിലെ പ്രമുഖ ടോയ് കമ്പനിയായ സ്പിൻ മാസ്റ്ററുമായുള്ള പാർട്ണർഷിപ്പ് കമ്പനിക്ക് ഈ ബിസിനസ്സിൽ കൂടുതൽ ശക്തി നൽകുന്നുണ്ട്. കൂടാതെ ഹോം ഫർണിഷിംഗ് സെഗ്മെന്റിൽ 2 ഗ്ലോബൽ റീറ്റെയിൽ ചെയിൻസിൽ നിന്ന് പുതിയ ബിസിനസ് നേടിയിട്ടുണ്ടെന്നും ഇതിന്റെ കൊമേഴ്സ്യൽ സപ്ലൈസ് ഫിനാൻഷ്യൽ 2026 ആരംഭിക്കുമെന്നുമാണ് മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത്. രണ്ടാമത്തേത് ഹെൽത്ത് കെയർ ബിസിനസ് ആണ്. റവന്യൂ കോൺട്രിബ്യൂഷൻ നിലവിൽ കൺസ്യൂമർ ബിസിനസിനേക്കാൾ കുറവാണെങ്കിലും മാനേജ്മെന്റ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്നത് ഈ സെഗ്മെന്റിലാണ്. പെൻ ഇഞ്ചക്ടേഴ്സ്, ഓട്ടോ ഇഞ്ചക്ടേഴ്സ്, വിയറബിൾ ഇഞ്ചക്ടേഴ്സ്, പ്ലാറ്റ്ഫോം ഡിവൈസസ്, ഫാർമ പാക്കേജിംഗ് എന്നിവയാണ് പ്രധാന പ്രൊഡക്ട്സ്. പ്രത്യേകിച്ച് GLP-1 തെറാപ്പീസ് ഉൾപ്പെടെയുള്ള ഡ്രഗ് ഡെലിവറി ഡിവൈസസിനായി 1-ലധികം കോൺട്രാക്ട്സ് കമ്പനി സ്വന്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹെൽത്ത് കെയർ ഷെയ്ലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലോങ് ടേം ഗ്രോത്ത് എഞ്ചിൻ ആകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മൂന്നാമത്തേത് ഇൻഡസ്ട്രിയൽ ബിസിനസ്. ഓട്ടോമോട്ടീവ്, അപ്ലയൻസസ്, കാർബൺ സ്റ്റീൽ, ഫർണിച്ചർ, എഞ്ചിനീയറിംഗ് കോമ്പോണന്റ്സ് തുടങ്ങിയ സെക്ടേഴ്സിനായി പ്രിസിഷൻ പ്ലാസ്റ്റിക് കോമ്പോണന്റ്സ് ഈ സെഗ്മെന്റിലൂടെ കമ്പനി നിർമ്മിക്കുന്നു. നിലവിൽ റവന്യൂ കോൺട്രിബ്യൂഷൻ താരതമ്യേന കുറവാണെങ്കിലും ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷനിൽ ഈ സെഗ്മെന്റ് നിർണായക പങ്ക് വഹിക്കുന്നു. ഇനി ഷെയ്ലി എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക്സിന്റെ റവന്യൂ മോഡൽ നോക്കാം. റവന്യൂ ജനറേഷന്റെ കാര്യത്തിൽ ഷെയ്ലിയുടെ മറ്റൊരു പ്രധാന സ്ട്രെങ്ത് അതിന്റെ എക്സ്പോർട്ട് ഓറിയന്റഡ് ബിസിനസ് മോഡലാണ്. നിലവിൽ കമ്പനിയുടെ ഏകദേശം 79% റവന്യൂ ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്നാണ് വരുന്നത്. ബാക്കി ഏകദേശം 21% മാത്രമാണ് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്ന്. അതായത് ഇന്ത്യയിലെ ഡിമാൻഡ് മാത്രമല്ല, ഗ്ലോബൽ മാനുഫാക്ചറിംഗ് ഡിമാൻഡിലും കമ്പനിക്ക് എക്സ്പോഷർ ഉണ്ട്. അതോടൊപ്പം ഷെയ്ലി ഒരു കോമ്പോണന്റ് സപ്ലയർ മാത്രമല്ല, ടൂളിംഗ്, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, സെക്കൻഡറി പ്രോസസിംഗ്, അൾട്രാസോണിക് വെൽഡിംഗ്, ഹോട്ട് സ്റ്റാമ്പിംഗ്, വാക്വം മെറ്റലൈസിംഗ് തുടങ്ങിയ വാല്യൂ ആഡഡ് സർവീസസും കമ്പനി നൽകുന്നുണ്ട്. ഇതിലൂടെ ഒരു പ്രൊഡക്റ്റ് നിർമ്മിച്ച് നൽകുക എന്നതിൽ ഉപരി കസ്റ്റമേഴ്സിന്റെ മാനുഫാക്ചറിംഗ് പ്രോസസ്സിന്റെ വിവിധ ഘട്ടങ്ങളിലും ഷെയ്ലി പങ്കാളിയാകും. ഇത് കസ്റ്റമർ സ്റ്റിക്നെസ് വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ലോങ് ടൈം ബിസിനസ് റിലേഷൻഷിപ്പിനും സഹായിക്കുന്നു. അതായത് ഡൈവേഴ്സിഫൈഡ് റവന്യൂ ബേസ്, ശക്തമായ എക്സ്പോർട്ട് പ്രസൻസ്, വാല്യൂ ആഡഡ് മാനുഫാക്ചറിംഗ് കേപ്പബിലിറ്റീസ്, ഇവ മൂന്നും ചേർന്നാണ് ഷെയ്ലിയുടെ റവന്യൂ മോഡൽ കൂടുതൽ ശക്തമാക്കുന്നത്. ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് നോക്കാം. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഷെയ്ലി എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക് ശക്തമായ ഫിനാൻഷ്യൽ ഗ്രോത്ത് ആണ് കാഴ്ചവെക്കുന്നത്. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ 2026 കമ്പനിയുടെ ഏറ്റവും മികച്ച വർഷങ്ങളായിട്ട് മാറി. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ആദ്യമായി 900 കോടി കടന്ന് ഏകദേശം 921 കോടിയിലെത്തി. എന്നാൽ ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് റവന്യൂ മാത്രമല്ല, പ്രോഫിറ്റബിലിറ്റിയുമാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം ഇരട്ടിയായി ഉയർന്നപ്പോൾ ഓപ്പറേറ്റിംഗ് മാർജിൻ ഏകദേശം 28% വരെ മെച്ചപ്പെട്ടു. അതായത് സെയിൽസ് വർദ്ധിച്ചതിനൊപ്പം ഓപ്പറേഷണൽ എഫിഷ്യൻസിയും പ്രൊഡക്റ്റ് മിക്സും മെച്ചപ്പെട്ടുവെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഫിനാൻഷ്യൽ 2026 നെറ്റ് പ്രോഫിറ്റ് ഇരട്ടിയിലധികം ഉയർന്ന് ഏകദേശം 161 കോടിയിലെത്തി. ഓപ്പറേറ്റിംഗ് ലിവറേജ് കമ്പനിക്ക് അനുകൂലമായി പ്രവർത്തിച്ചതിന്റെ സൂചന കൂടിയാണ്. ക്വാർട്ടർലി പെർഫോമൻസ് നോക്കിയാലും മൊമെന്റം തുടരുകയാണ്. മാർച്ച് 2026 ക്വാർട്ടറിൽ റവന്യൂ ഏകദേശം 224 കോടിയിലെത്തിയപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 49 കോടിയായി ഉയർന്നു. മറ്റ് പ്രധാന നമ്പേഴ്സ് റിട്ടേൺ റേഷ്യോസ് ആണ്.
ROC 30% മുകളിലും ROE 28% മുകളിലും തുടരുന്നു. അതായത് ഷെയർ ഹോൾഡേഴ്സിന്റെ ക്യാപിറ്റലും കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റും കാര്യക്ഷമമായി ഉപയോഗിക്കാൻ മാനേജ്മെന്റിന് കഴിയുന്നുവെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം എക്സ്പാൻഷൻ തുടരുന്നതിനിടയിലും ബാലൻസ് ഷീറ്റ് ആരോഗ്യകരമാണ്. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഏകദേശം 0.27 മാത്രമായതിനാൽ ലിവറേജ് നിലവിൽ നിയന്ത്രണത്തിലാണ്. അതായത് ഷെയ്ലിയുടെ വളർച്ച റവന്യൂ വർദ്ധിപ്പിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഓപ്പറേഷണൽ എഫിഷ്യൻസി, പ്രോഫിറ്റബിലിറ്റി, റിട്ടേൺ റേഷ്യോസ്, ബാലൻസ് ഷീറ്റ് ഡിസിപ്ലിൻ എന്നിവയും ഒരേ സമയം മെച്ചപ്പെടുന്നതാണ് കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസിനെ കൂടുതൽ ശക്തമാക്കുന്നത്. ഇനി കോമ്പറ്റീറ്റേഴ്സുമായി കമ്പയർ ചെയ്താൽ ഷെയ്ലി എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക്സ് എവിടെ നിൽക്കുന്നു എന്ന് നോക്കാം. പ്രിസിഷൻ പ്ലാസ്റ്റിക് മാനുഫാക്ചറിംഗ് എന്നത് സാധാരണ പ്ലാസ്റ്റിക് പ്രൊഡക്ട്സ് ബിസിനസ് പോലെ അല്ല. ഉയർന്ന ടെക്നോളജി, ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, മാനുഫാക്ചറിംഗ് എക്സ്പെർട്ടീസ് എന്നിവ ആവശ്യമായ ഒരു സ്പെഷ്യലൈസ്ഡ് ഇൻഡസ്ട്രിയാണ്. സുപ്രീം ഇൻഡസ്ട്രീസ്, ടൈം ടെക്നോപ്ലാസ്റ്റ്, മോഡ്ടെക് പാക്കേജിംഗ് തുടങ്ങിയ കമ്പനികൾ ബ്രോഡർ പ്ലാസ്റ്റിക്സ് പാക്കേജിംഗ് സെഗ്മെന്റിലാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഷെയ്ലിയുടെ പൊസിഷനിങ് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. കമ്മോഡിറ്റി പ്ലാസ്റ്റിക് പ്രൊഡക്ട്സ് നിർമ്മിക്കുന്നതല്ല കമ്പനിയുടെ പ്രധാന ഫോക്കസ്. പകരം ഹൈ പ്രിസിഷൻ എഞ്ചിനീയറിംഗ് കോമ്പോണന്റ്സ്, മെഡിക്കൽ ഡിവൈസസ്, കോംപ്ലക്സ് അസംബ്ലീസ് എന്നിവയാണ് ഷെയ്ലിയുടെ പ്രധാന കരുത്ത്. പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ സെഗ്മെന്റിൽ എൻട്രി ബാരിയേഴ്സ് വളരെ ഉയർന്നതാണ്. റെഗുലേറ്ററി അപ്രൂവൽസ്, ക്വാളിറ്റി സർട്ടിഫിക്കേഷൻസ്, കസ്റ്റമർ ക്വാളിഫിക്കേഷൻ പ്രോസസ് എന്നിവ പൂർത്തിയാകാൻ വർഷങ്ങൾ വരെ എടുക്കാം. പക്ഷേ ഒരിക്കൽ അപ്രൂവൽ ലഭിച്ചാൽ കസ്റ്റമേഴ്സുമായുള്ള ബിസിനസ് റിലേഷൻഷിപ്പ് സാധാരണമായി ദീർഘകാലം തുടരുന്നതാണ്. അതിലൂടെ റവന്യൂ വിസിബിലിറ്റിയും ബിസിനസ് സ്റ്റെബിലിറ്റിയും വർദ്ധിക്കും. അതായത് ഒരു സാധാരണ പ്ലാസ്റ്റിക് മാനുഫാക്ചറർ എന്നതിൽ ഉപരി ഗ്ലോബൽ OEMസിന്റെ പ്രിസിഷൻ മാനുഫാക്ചറിംഗ് പാർട്ട്ണർ എന്ന നിലയിലാണ് ഷെയ്ലി എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക്സ് ഇന്ന് പൊസിഷനിങ് ചെയ്യുന്നത്. ഇനി കമ്പനിയുടെ പ്രധാന സ്ട്രെങ്ത്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമത്തേത് ഹെൽത്ത് കെയർ ഓപ്പർച്യൂണിറ്റി. മാനേജ്മെന്റ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്നത് ഈ സെഗ്മെന്റിലാണ്. ലോകമെമ്പാടും GLP-1 തെറാപ്പീസ് ഉൾപ്പെടെയുള്ള ഡ്രഗ് ഡെലിവറി ഡിവൈസസിന്റെ ഡിമാൻഡ് അതിവേഗം വളരുകയാണ്. ഈ അവസരം മുതലെടുക്കാനായി പെൻ ഇൻജക്ടർ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി ഏകദേശം 45 മില്യൺ ഡിവൈസസിൽ നിന്ന് 85 മില്യൺ ഡിവൈസസായി വർദ്ധിപ്പിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഇതിനായി 100 കോടി ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. കൂടാതെ വരും വർഷങ്ങളിൽ കപ്പാസിറ്റി വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികളും കമ്പനിക്ക് ഉണ്ട്. അടുത്തത് എക്സ്പോർട്ട് സ്ട്രെങ്ത്. കമ്പനിയുടെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്നാണ് വരുന്നത്. അതിനാൽ ഇന്ത്യയിലെ ഡിമാൻഡ് മാത്രമല്ല, ഗ്ലോബൽ ഔട്ട്സോഴ്സിംഗ് ട്രെൻഡിൽ നിന്നുള്ള ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസിലും ഷെയ്ലിക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കും. അടുത്തത് ഡൈവേഴ്സിഫൈഡ് കസ്റ്റമർ ബേസ്. കൺസ്യൂമർ, ഹെൽത്ത് കെയർ, ഇൻഡസ്ട്രിയൽ, ടോയ്സ് ഇങ്ങനെ വിവിധ ബിസിനസ് സെഗ്മെന്റ്സിൽ കമ്പനി പ്രവർത്തിക്കുന്നതിനാൽ ഒരു ഇൻഡസ്ട്രിയെ മാത്രം ആശ്രയിക്കുന്ന ബിസിനസ് അല്ല ഷെയ്ലിയുടേത്. ഇത് ബിസിനസ് സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകമാണ്. നാലാമത്തേത് അഡ്വാൻസ്ഡ് മാനുഫാക്ചറിംഗ് കേപ്പബിലിറ്റി. ഗുജറാത്തിലായി 7 മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് കമ്പനിക്കുണ്ട്. അതിൽ ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറിംഗിന് ആവശ്യമായ സ്പെഷ്യലൈസ്ഡ് ക്ലീൻ റൂം ഫെസിലിറ്റീസും ഉൾപ്പെടുന്നു. ഇത്തരം ഇൻഫ്രാസ്ട്രക്ചറും ടെക്നിക്കൽ എക്സ്പെർട്ടീസും പുതിയ കോമ്പറ്റീറ്റേഴ്സിന് എളുപ്പത്തിൽ റിപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കാത്ത കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നൽകുന്നു. അഞ്ചാമത്തേത് ടോയ് മാനുഫാക്ചറിംഗ് ഓപ്പർച്യൂണിറ്റി. രാജ്യത്തെ ടോയ് മാനുഫാക്ചറിംഗ് സെക്ടറിനെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇമ്പോർട്ട് ഡ്യൂട്ടി വർദ്ധിപ്പിക്കൽ, ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ ടോയ്സ് തുടങ്ങിയ നടപടികൾ ഈ സെക്ടറിന് പിന്തുണ നൽകുന്നുണ്ട്. പിൻ മാസ്റ്റർ പോലുള്ള ഗ്ലോബൽ ബ്രാൻഡ്സിനായി ഷെയ്ലി ഇതിനോടകം പ്രൊഡക്ട്സ് നിർമ്മിക്കുന്നതിനാൽ ഇന്ത്യയുടെ ടോയ് മാനുഫാക്ചറിംഗ് എക്കോസിസ്റ്റം വളരുന്നതിനൊപ്പം കമ്പനിക്കും അതിന്റെ ഗുണം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട പ്രധാന റിസ്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഷെയ്ലിക്ക് ശക്തമായ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ ചില പ്രധാന ചലഞ്ചസും ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കണം. ആദ്യത്തേത് എക്സിക്യൂഷൻ റിസ്ക് ആണ്. ഹെൽത്ത് കെയർ മാനുഫാക്ചറിംഗ് എന്നത് വളരെ സ്പെഷ്യലൈസ്ഡ് ബിസിനസ് ആണ്. തുടർച്ചയായ നിക്ഷേപം, റെഗുലേറ്ററി അപ്രൂവൽസ്, ഉയർന്ന ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എന്നിവ ഈ ബിസിനസ്സിൽ നിർണായകമാണ്. കസ്റ്റമർ പ്രൊജക്ട്സിലോ പ്രൊഡക്റ്റ് അപ്രൂവൽസിലോ ഉണ്ടാകുന്ന ഏത് പ്രശ്നവും കമ്പനിയുടെ വളർച്ചയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തേത് കസ്റ്റമർ കോൺസെൻട്രേഷൻ. ഗ്ലോബൽ OEMസുമായുള്ള ലോങ് ടേം റിലേഷൻഷിപ്പ് കമ്പനിയുടെ സ്ട്രെങ്ത് ആണെങ്കിലും വലിയ കസ്റ്റമേഴ്സിനെ കൂടുതലായി ആശ്രയിക്കുന്നത് ഒരു റിസ്ക് കൂടിയാണ്. അവരുടെ ബിസിനസ് വോളിയങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായാൽ കമ്പനിയുടെ റവന്യൂവിനെ അത് ബാധിക്കാം. മൂന്നാമത്തേത് എക്സ്പോർട്ട് ഡിപെൻഡൻസി. കമ്പനിയുടെ റവന്യൂവിന്റെ വലിയൊരു ഭാഗം ഓവർസീസ് മാർക്കറ്റിൽ നിന്നാണ് വരുന്നത്. അതിനാൽ ഗ്ലോബൽ ഡിമാൻഡ്, ട്രേഡ് പോളിസീസ്, കറൻസി ഫ്ലക്ച്വേഷൻസ് എന്നിവയിലെ മാറ്റങ്ങൾ ബിസിനസിന്റെ പെർഫോമൻസിനെ സ്വാധീനിക്കാം. നാലാമത്തേത് വാലുവേഷൻ റിസ്ക്.
നിലവിൽ ഷെയ്ലി എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക്സ് പ്രീമിയം വാലുവേഷനിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് ഭാവിയിലെ ശക്തമായ ഗ്രോത്ത് മാർക്കറ്റ് ഇതിനോടകം തന്നെ ഒരു പരിധിവരെ സ്റ്റോക്ക് പ്രൈസിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏർണിംഗ്സ് ഗ്രോത്തിൽ ചെറിയൊരു സ്ലോ ഡൗൺ ഉണ്ടായാലും സ്റ്റോക്കിൽ വോളറ്റാലിറ്റി ഉണ്ടാകാനുള്ള സാധ്യത ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കണം. അതുകൊണ്ട് കമ്പനിയുടെ വളർച്ച ശക്തമാണെങ്കിലും എക്സിക്യൂഷൻ, കസ്റ്റമർ കോൺസെൻട്രേഷൻ, എക്സ്പോർട്ട് എക്സ്പോഷർ, വാലുവേഷൻ എന്നിവ തുടർച്ചയായി നിരീക്ഷിക്കേണ്ട പ്രധാന ഘടകങ്ങളാണ്. ഇനി കമ്പനിയുടെ മാനേജ്മെന്റ് സ്ട്രാറ്റജിയും ഫ്യൂച്ചർ വിഷനും നോക്കാം. മാനേജ്മെന്റിന്റെ ലോങ് ടൈം വിഷൻ വളരെ വ്യക്തമാണ്. ലോ മാർജിൻ കമ്മോഡിറ്റി പ്ലാസ്റ്റിക് പ്രൊഡക്ട്സിൽ മത്സരിക്കുന്നതിന് പകരം വാലുവേഷൻ അടിസ്ഥാനത്തിൽ കമ്പനിയെ വിലയിരുത്തിയാൽ ഷെയ്ലി എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക്സ് ഓഹരി ഇപ്പോൾ പ്രീമിയം വാലുവേഷനിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ഈ പ്രീമിയം വാലുവേഷൻ നിലനിർത്തണമെങ്കിൽ അതിനനുസരിച്ചുള്ള എക്സിക്യൂഷനും മാനേജ്മെന്റ് ഡെലിവർ ചെയ്യേണ്ടതുണ്ട്. ഹെൽത്ത് കെയർ എക്സ്പാൻഷൻ, GLP-1 പ്രോഗ്രാംസ്, പ്രോഫിറ്റബിലിറ്റി ഇംപ്രൂവ്മെന്റ് എന്നിവ മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോയാൽ വരും വർഷങ്ങളിലും ഏർണിംഗ്സ് ശക്തമായി കോമ്പൗണ്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇൻവെസ്റ്റേഴ്സ് ഓർക്കേണ്ട മറ്റൊരു കാര്യം, പ്രീമിയം വാലുവേഷനുള്ള സ്റ്റോക്കിൽ മാർക്കറ്റ് എക്സ്പെക്ടേഷൻസും വളരെ ഉയർന്നതാണ്. അതിനാൽ ഗ്രോത്തിലോ എക്സിക്യൂഷനിലോ ചെറിയൊരു നിരാശ പോലും സ്റ്റോക്ക് പെർഫോമൻസിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഹെൽത്ത് കെയർ ബിസിനസ് കമ്പനി പ്രതീക്ഷിക്കുന്ന രീതിയിൽ സ്കെയിൽ ചെയ്യുമോ? GLP-1 പ്രോഗ്രാം വരും വർഷങ്ങളിൽ മീനിംഗ്ഫുൾ റവന്യൂ കോൺട്രിബ്യൂട്ടർ ആകും. ഗ്ലോബൽ അൺസർട്ടനിറ്റിക്കിടയിലും എക്സ്പോർട്ട് ഗ്രോത്ത് ശക്തമായി തുടരും. പ്രീമിയം വാലുവേഷനെ ന്യായീകരിക്കുന്ന രീതിയിൽ ഏർണിംഗ്സ് ഗ്രോത്ത് ഡെലിവർ ചെയ്യാൻ കമ്പനിക്ക് സാധിക്കുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാകും ഷെയ്ലി എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക്സിന്റെ അടുത്ത ഗ്രോത്ത് ഫേസിനെയും ലോങ് ടൈം വാല്യൂ ക്രിയേഷനെയും നിർണ്ണയിക്കുക. കമ്പനി നിലവിലെ ഗ്രോത്ത് സ്ട്രാറ്റജി വിജയകരമായി എക്സിക്യൂട്ട് ചെയ്താൽ വരും വർഷങ്ങളിൽ ഇന്ത്യയിലെ ശ്രദ്ധേയമായ പ്രിസിഷൻ മാനുഫാക്ചറിംഗ് കമ്പനികളിൽ ഒന്നായി ഷെയ്ലി എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക്സിന് മാറാനുള്ള സാധ്യതയുണ്ട്. ഓർക്കുക, ഇത് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടിയുള്ള അനാലിസിസ് മാത്രമാണ്. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറെ സമീപിക്കുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോക്ക് പിക്കുമായി സ്റ്റോക്ക് ഡിസ്കവറിയുടെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.